എല്ലാവർക്കും എഡ്യൂലേൺ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ 5 റൂൾസ് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. എല്ലാവരും എടുത്ത് കാണുക. ഇനി 6th റൂളിലേക്ക് പോവാം. നമുക്കറിയാം, നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ മെയിൻ വെർബായിട്ടും ഓക്സിലിയറി വെർബായിട്ടും സെൻറ്റൻസിൽ യൂസ് ചെയ്യാറുണ്ട്. റൂൾ 6ൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ മെയിൻ വെർബായിട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെടുത്തി പോസിറ്റീവ് സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ഹാവ് എന്നുള്ളതിൻ്റെ ഓക്സിലിയറി വെർബ് ഡു ആയിട്ടും ഹാസ് ഡസ് ആയിട്ടും ഹാഡ് ഡിഡ് ആയിട്ടും മാറും. നെക്സ്റ്റ്, സെക്കൻഡ് പോയിന്റ്, ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ മെയിൻ വെർബായിട്ട് പൊസഷനുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ടാഗിലെ ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ തന്നെയായിരിക്കും. 6th റൂളുമായി ബന്ധപ്പെട്ട് 2 എക്സാമ്പിൾസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് 1 PM. സെക്കൻഡ് വൺ, മാരി ഹാസ് എ ലാമ്പ്. ഇതിൻ്റെ ടാഗ് എങ്ങനെയായിരിക്കും? ഒന്നാമത്തേത് നോക്കൂ, ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് 1 PM. ഇതിലെ ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നതുണ്ടോ? ഇവിടെ ഹാവ് എന്നുള്ളത് മെയിൻ വെർബാണ് അല്ലേ? ഹാവ് എന്നുള്ളത് മെയിൻ വെർബാണ്, ഓക്സിലിയറി വെർബ് ഇല്ല. അത് മാത്രമല്ല, ഇത് ഫുഡുമായി ബന്ധപ്പെട്ടാണ് വന്നത്. ഇതിലെ ലഞ്ച് എന്ന് പറയുന്നത് ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹാവ് എന്നുള്ളത് ഡു ആയിട്ട് മാറും. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഡോണ്ട്, ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ഡോണ്ട് ഐ എന്നാണ് ഇതിൻ്റെ ടാഗ്. സെക്കൻഡ് വൺ, മേരി ഹാസ് എ ലാമ്പ്. ഇവിടെ ഹാസ് എന്നുള്ളത് മെയിൻ വെർബാണ്, ഓക്സിലിയറി വെർബ് തന്നിട്ടില്ല. മാത്രമല്ല, മേരി ഹാസ് എ ലാമ്പ് ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഒരു പൊസഷനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആണ്. സോ നമ്മൾ മുമ്പേ പഠിച്ചു, ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ മെയിൻ വെർബായിട്ട് പൊസഷനുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അതിൻ്റെ ടാഗിലെ ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓക്സിലിയറി വെർബ് ഹാസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, ഹാസിൻറ്റ്. ഇവിടെ മേരി എന്നുള്ളത് ഒരു ഗേൾ ആണ് അല്ലേ? മേരിയുടെ പ്രോനൗൺ എന്ന് പറയുന്നത് ഷീ ആണ്. ഹാസിൻറ്റ് ഷീ. ഇനി 6th റൂള് നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കൂ. ഫസ്റ്റ് വൺ, ഹി കുഡ് ഹാവ് കം ഹിയർ. സെക്കൻഡ് വൺ, ഹി വുഡ് ഹാവ് പാസ്ഡ്. എന്താണ് ഇതിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇതിൻ്റെ ടാഗ് എങ്ങനെ എഴുതുക? ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ, ഹി കുഡ് ഹാവ് കം ഹിയർ. എന്താ ഇതിലത്തെ പ്രത്യേകത? ഈ സെൻറ്റൻസിൽ 2 ഓക്സിലിയറി വെർബ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാഗിലെ ഓക്സിലിയറി വെർബ് ഏതാ എഴുതുക? ടാഗിലെ ഓക്സിലിയറി വെർബ് ഫസ്റ്റ് ഓക്സിലിയറി വെർബ് ആയിരിക്കണം. അതായത് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആദ്യത്തെ ഓക്സിലിയറി വെർബ് ആയിരിക്കണം ടാഗിൽ എഴുതേണ്ടത്. ഇവിടുത്തെ ഫസ്റ്റ് ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് കുഡ്. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ടാഗ് നെഗറ്റീവ്. കുഡിൻറ്റ്, ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി. കുഡിൻറ്റ് ഹി എന്നാണ് ഇതിൻ്റെ ടാഗ്. സെക്കൻഡ് വൺ, ഹി വുഡ് ഹാവ് പാസ്ഡ്. ഇവിടെയും എന്താണ്? 2 ഓക്സിലിയറി വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു
രണ്ട് ഓക്സിലറി വെർബ് വന്നാൽ ആദ്യത്തേതിനെയാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ്. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ വുഡിൻറ്റ്. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എന്ന് പറയുന്നത് വുഡിൻറ്റ് ഹി. അപ്പോൾ 7th റൂൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ 2 ഓക്സിലിയറി വെർബ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓക്സിലിയറി വെർബിനെ കൺസിഡർ ചെയ്തായിരിക്കണം ടാഗ് എഴുതേണ്ടത്. നെക്സ്റ്റ് റൂൾ 8. ഈ ഒരു റൂൾ 6ുമായിട്ട് റിലേറ്റഡ് ആണ്. നീഡ്, ഡയർ എന്നിവ നമ്മൾ മെയിൻ വെർബായിട്ടും ഓക്സിലിയറി വെർബായിട്ടും യൂസ് ചെയ്യാറുണ്ട്. നീഡ്, ഡയർ എന്നിവ മെയിൻ വെർബായിട്ട് സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ടാഗിലെ ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് ഡു ആയിരിക്കും. നീഡ്സ്, ഡയേഴ്സ് എന്നിവ മെയിൻ വെർബായിട്ട് വരികയാണെങ്കിൽ ടാഗിലെ ഓക്സിലിയറി വെർബ് ഡസും. നീഡഡ്, ഡയേർഡ് എന്നിവ മെയിൻ വെർബായിട്ട് സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ഡിഡും ആയിരിക്കും. നീഡ്, ഡയർ എന്നിവ ഓക്സിലറി വെർബായിട്ട് വരികയാണെങ്കിൽ അതിലെ ടാഗിലും സെയിം തന്നെയായിരിക്കും. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹീ നീഡ്സ് മണി. സെക്കൻഡ് വൺ, യു നീഡ് നോട്ട് കം വിത്ത് മീ. തേർഡ് വൺ, I need some water. Fourth one, he dare not come here. ഇനി നമുക്ക് ഇതിൻ്റെ ടാഗ് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ, he needs money. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നീഡ്സ് എന്നുള്ളത് മെയിൻ വെർബായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചു നീഡ്സ് മെയിൻ വെർബായിട്ട് വന്നാൽ ടാഗിലെ ഡസ് ആയിരിക്കും. സോ ഡസ്. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, ഡസിൻറ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി. ഡസിൻറ്റ് ഹി എന്നാണ് ഇതിൻ്റെ ടാഗ്. ദെൻ നെക്സ്റ്റ്, യു നീഡ് നോട്ട് കം വിത്ത് മീ. ഈ ഒരു സെൻറ്റൻസിൽ നീഡ് എന്നുള്ളത് ഓക്സിലിയറി വെർബാണ്. എന്താണ് കാരണം? മെയിൻ വെർബായിട്ട് മറ്റൊരു വേർഡ് ഉണ്ട്. ഏതാണത്? കം അല്ലേ? ഇവിടെ കം എന്നുള്ളത് മെയിൻ വെർബും നീഡ് എന്നുള്ളത് ഓക്സിലിയറി വെർബുമാണ്. സോ ടാഗിലെ ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും, നീഡ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. ഇത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നീഡ് യു എന്നാണ് ഇതിൻ്റെ ടാഗ്. തേർഡ് വൺ, ഐ നീഡ് സം വാട്ടർ. ഇവിടെ നീഡ് എന്നുള്ളത് മെയിൻ വെർബായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോണ്ട്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഡോണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ. ഡോണ്ട് ഐ. ദെൻ ലാസ്റ്റ് വൺ, ഹീ ഡെയർ നോട്ട് കം ഹിയർ. ഇവിടെ ഡെയർ എന്നുള്ളത് ഓക്സിലിയറി വെർബാണ്. സോ ടാഗിലും സെയിം തന്നെയായിരിക്കും, ഡെയർ. ഇത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വേണം. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി. ഡെയർ ഹി എന്നാണ് ഇതിൻ്റെ ടാഗ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ 9 റൂൾസാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനി 2 റൂള് കൂടിയുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് ടാഗ് ചെയ്തേണ്ടത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുള്ള ഏരിയ ആണ്. സോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.